എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധേയ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. 23-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. അപ്പോൾ ഈ അധ്യായത്തിൽ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിനെ അതൊരു ഉത്സവമാക്കാനും അത് 7 ദിവസം അതൊരു ആഘോഷത്തിൽ എല്ലാ പുരുഷന്മാരും 3 പ്രാവശ്യം ഓരോ ആണ്ടിൽ 3 പ്രാവശ്യം കൂടി വരണം എന്നുള്ള ഒരു ഉത്സവം. ഈ ഉത്സവത്തിൻ്റെ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടാൻ മുമ്പ് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് തിന്നുകയും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം, കൂട്ടത്തിൽ കയ്പുള്ള ചീരയും ഒന്നിച്ചാണ് അവർ അരയ്ക്ക് ബെൽറ്റ് കെട്ടി വടി കയ്യിൽ വെച്ച് ഒരു പുറപ്പാടിനുള്ള തയ്യാറെടുപ്പിലാണ്, തിടുക്കത്തോടെ ഇത് കഴിക്കാനായിട്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ 12-ാം അധ്യായത്തിൽ പുറപ്പാട് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയം, 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 15-ാം അധ്യായത്തിൽ നമ്മൾ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പുളിപ്പില്ലാത്ത മാവ് അല്ലെ പുളിച്ച മാവ് നീക്കണം. അത് ഈ നിങ്ങളുടെ പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയുമെന്നും എഴുതിയിട്ടുണ്ട്, കട്ട് ഓഫ് ചെയ്യുമെന്ന്. അപ്പൊ അതൊരു വലിയൊരു ഗൗരവമുള്ള വിഷയമായിട്ടാണ് ദൈവം അതിനെ കാണുന്നതും അതിനെ ഉത്സവമാക്കാൻ പറയുന്നത്. ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ബേക്കേഴ്സിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഈ ഈസ്റ്റ് ഇടുന്നതാണ്. ഈ ഈസ്റ്റ് ഇട്ടിട്ടാണ് അപ്പത്തിനെ പുളിപ്പ് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഫ്ലഫി ആക്കാനും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പം കിട്ടാനായിട്ട് ഈസ്റ്റ് ഉപയോഗിക്കും. ആ ഈസ്റ്റ് ഇല്ലാത്ത അപ്പത്തിനെയാണ് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ കഴിക്കേണ്ടത്. ഇതെല്ലാം ക്രിസ്തുവിനെ എടുത്ത് കാണിക്കുന്നതായിട്ടും ക്രിസ്തുവിൻ്റെ ശരീരത്തിനെ കാണിക്കുന്നതും ക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നതും കുറിച്ചാണ് സൂചിപ്പിച്ച് കാണിക്കുന്നത്. പക്ഷേ ഈ പുളിപ്പില്ലാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ പാപമില്ലാത്ത യേശു ക്രിസ്തുവിനെയാണ് എടുത്ത് കാണിക്കുന്നത്. പാപമില്ലാത്ത ശരീരം, പാപമില്ലാത്ത ഒരു യാഗം കഴിച്ച ശരീരം, പാപമില്ലാത്ത ജീവിതം, ഇതിനെയൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഈ ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പിനെ എടുത്ത് മാറ്റുക. നിങ്ങളുടെ അതെടുത്ത് അവരുടെ ഭവനത്തിൽ പുളിപ്പുണ്ടെങ്കിൽ അവരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഛേദിച്ചു കളയും, അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ ഒരു വലിയ ഗൗരവമായിട്ടുള്ള വിഷയം നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസികളുടെയും വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ഒരു ആഹ്വാനം കൂടാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം, അല്ലെങ്കിൽ പുളിപ്പെടുത്ത് മാറ്റുക. നിങ്ങളുടെ ഭവനത്തിൽ ഒന്നും കാണാൻ അനുവദിക്കുന്നതല്ല എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ഗൗരവമായ വിഷയം ദൈവം ഒരു കൽപ്പനയായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പുളിപ്പില്ലാത്ത ഒരു അനുഭവം വരുന്നത്, അല്ലെങ്കിൽ പാപമില്ലായ്മയിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ആ ആഹ്വാനം ചെയ്യുമ്പോൾ, പാപത്തിന്റെ ശരീരം ഉള്ളിടത്തോളം കാലം പാപം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. അല്ലെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന സങ്കീർത്തനം 51 പറയുമ്പോഴും എങ്ങനെയാണ് പുളിപ്പില്ലാത്ത ഒരു ജീവിതം ജീവിക്കുക? അവിടെയാണ്
നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. റോമാലേഖനം 6:6 നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് പാപത്തിന്റെ ശരീരത്തിന് ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയണം. നോയിങ്. അപ്പം അറിയാതിരിക്കുന്നതാണ്. അതായത് പാപത്തിന്റെ ശരീരം ക്രിസ്തുവിനോട് കൂടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുക എന്നാണ് ആദ്യം റോമാലേഖനം 6:6. പലപ്പോഴും ഇത് അറിയാതെ അല്ലെങ്കിൽ മറന്നു പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തിന് അടിമയാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ്. പാപം എന്ന് പറയുന്നത് ഒരു അടിമ യജമാനനാണ്. അതേപോലെ തന്നെ ദൈവത്തിന്റെ നീതിയും ഒരു അടിമ യജമാനനാണ്. അപ്പോൾ പാപത്തിൽ നിന്നാണ് നമ്മളെ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മൂലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ പാപത്തിന്റെ ശരീരം ക്രൂശിക്കപ്പെട്ടു, അല്ലെ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള അറിയുന്നതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും അത് മറന്നു പോകുമ്പോഴാണ് പരാജയത്തിലേക്കും അല്ലെങ്കിൽ പുളിപ്പിന്റെ അല്ലെങ്കിൽ പാപം ജീവിതത്തിൽ നിന്ന് മാറാതെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് അസാധ്യമായിട്ട് ഒരു വിശ്വാസിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അറിയുക, ക്രിസ്തുവിന്റെ കൂടെ എൻ്റെ പാപത്തിന്റെ ശരീരം ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുകയാണ് ആദ്യത്തെ വിഷയം. അതേപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഗലാത്യർ 2:20 ഈ ക്രൂശീകരണം അറിയുക മാത്രമല്ല, ഇപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടു, എൻ്റെ പാപത്തിന്റെ ശരീരം ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ ഞാനല്ല ജീവിക്കുന്ന, എന്നിൽ കൂടി ക്രിസ്തു ജീവിക്കുന്നതാണ്. എന്നിൽ കൂടി ക്രിസ്തുവിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നാം അനുവദിച്ചു കൊടുക്കുകയാണ്. എന്നിൽ കൂടി അത് പാപത്തിന്റെ ശരീരം ക്രൂശിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ നല്ല ബോധം ഒരു വിശ്വാസിക്ക് വരുമ്പോഴാണ് ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് പുളിപ്പ് വിട്ടുമാറുന്നത്, അല്ലെങ്കിൽ പുളിപ്പിനെ ഭവനത്തിൽ നിന്ന് എടുത്ത് കളയുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം. പാപം ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ പാപത്തിന്റെ ശരീരം ഉള്ളിടത്തോളം കാലം അത് പലപ്പോഴും സാധിക്കുന്നില്ല. റോമാലേഖനം 7-ാം പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നില്ല, ചെയ്യേണ്ടാത്തത് ഞാൻ ചെയ്യുന്നു. എങ്കിലോ ഇപ്പോൾ ഞാനല്ല ചെയ്യുന്ന, എന്നിൽ വസിക്കുന്ന പാപം അത്രയെന്നാണ് റോമാലേഖനം 7-ാം പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ പാപത്തിന്റെ ശരീരം ക്രൂശിക്കപ്പെട്ട് എന്ന് അറിയുകയും അതിനോടുകൂടി തന്നെ എന്നിൽ ഇനി ഞാനല്ല ജീവിക്കുന്ന, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ബോധം വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത്. വീണ്ടും നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ എന്നിൽ കൂടി ജീവിക്കാനായിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നു എന്നുള്ള ഒരു ബോധമുള്ള ഒരു വിശ്വാസി ഗലാത്യർ 6:14 പിന്നീട് പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ, അതായത് ഇപ്പോൾ ഈ ക്രൂശ് ഒരു പ്രശംസയ്ക്ക് വകയായിട്ട് തീർന്നിരിക്കുകയാണ്. ബോസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നും, കാരണം ക്രിസ്തുവാണ് ജീവിക്കുന്നത്, എന്നിൽ കൂടി ക്രിസ്തു ജീവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രശംസിക്കുന്നത് തന്നെ ഞാൻ ഈ ക്രൂശിലാണ്. അപ്പം പ്രശംസിക്കാൻ ഇപ്പം ക്രൂശ് ഞാൻ ഒരു വിശ്വാസി ഉപയോഗിക്കുമ്പോൾ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഈ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇല്ലാത്ത അപ്പം ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതമാക്കുക, അല്ലെങ്കിൽ
നമ്മളിൽ കൂടി ക്രിസ്തു ജീവിക്കൂ. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഈസ്റ്റ് ഇല്ലാത്ത അപ്പം തിന്നുക, അതൊരു വലിയൊരു ഗൗരവമായുള്ള ഒരു വിഷയമാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്. വീണ്ടും നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ട ഒരു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതാണ് സങ്കീർത്തനം 119, അതായത് ബാലൻ എങ്ങനെ അവന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നു. എങ്ങനെ? നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംരക്ഷിക്കുക, അല്ലെ ഹൈഡ് ചെയ്യുക. ഇവിടെയാണ് പാപത്തിനെ എടുത്ത് മാറ്റുകയാണ്, അല്ലെങ്കിൽ സ്വയത്തിനെ ക്രൂശിച്ചു. അതേ സമയത്ത് പാപം എന്ന് പറയുന്നത് ഒരു ആ അടിമ യജമാനനെ കീഴിൽ വീണ്ടും അടിമയാകാതെ അത് നമുക്ക് ഒരു പുറത്ത് എടുത്ത് കളയാൻ ആയിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കാൻ ആയിട്ട് ഇടവരും. ഇങ്ങനെ ഈ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, ഈ പുളിപ്പില്ലാത്ത അപ്പം അത് പിന്നെ നമുക്കൊരു തന്നെയാണ്. അതായത് വിശുദ്ധ ജീവിതം, പാപമില്ലാത്ത ഒരു പാപത്തിനെ വെറുക്കുകയും അതേപോലെ തന്നെ നമ്മൾ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ഇത് ഈ കൃപ, അതായത് കൃപ ദൈവകൃപ ഉദിച്ചത് തന്നെ എന്നെ അനീതിയെ ത്യജിക്കാൻ പഠിപ്പിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അനീതിയെ ത്യജിക്കാനായിട്ട് എന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് മലയാളം ബൈബിളിൽ ടീച്ചസ് മീ ടു ഡിനൈ അൺഗോഡ്ലിനെസ്. ഇവിടെ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് പുളിപ്പില്ലാത്ത അപ്പം നാം ഭക്ഷിക്കുകയും അത് ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക.